നമ്മുടെ ഫ്രണ്ട് പുതുതായിട്ട് എടുത്തൊരു ഹിമാലയന് ക്രാഷ് കാർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി കോഴിക്കോടുള്ള ബിൻസ് ആക്സറീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹിമാലയൻ പുറകെ വരുന്നുണ്ട്. എത്ര റേറ്റ് ആയിരുന്നു? 4 നമുക്ക് വെച്ച് നോക്കാൻ പറ്റുമോ? റോളറില്ല. ആ റോളർ ഒരു സൈഡ് ഫിറ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. 8 വോൾട്ട് വന്ന അവിടെ അപ്പോൾ കാലമാണ്. അല്ലാതെ പാക്കറ്റ് പൊട്ടിക്കാൻ പറ്റുമോ? കറക്റ്റാവില്ല നമുക്ക്, കറക്റ്റാവില്ല. ഇതിന് ഈ സാധനം ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതുകൊണ്ട് പുതിയ വെർഷൻ ഇതിന് കുറച്ച് ചേഞ്ച് ഉണ്ട് ട്രാക്കിന്. അതേ മാറ്റമുള്ളൂ. ഏരിയ ഒന്നും അറിയില്ല അല്ലേ? ആ കുഷൻ ഇതും കൂടെ കൊണ്ടുവരാം. മറ്റേ റോളർ ഒരു ബ്ലാക്ക് ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. കെയർ ചെയ്ത് കൊണ്ടുവരുന്ന തുരുപ്പൊടിക്കുക നല്ലോണം കുറേയൊക്കെ നമ്മളെ ക്ലൈമറ്റിനാണ്, കുറേയൊക്കെ നമ്മൾ ബില്ല് കോട്ടിങ്ങാണ്. മാത്രം അതിൻ്റെ ഗേജ് പറഞ്ഞ 1,900 ഇതിനെന്താ റേറ്റ്? 600? ഓഫ് റോഡ് കയറുകയാണെങ്കിൽ ഓഫ് റോഡ് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാറിൽ ഓഫ് റോഡിൽ നല്ല നല്ല പെർഫോമൻസ് ഓഫ് റോഡ്. അപ്പോൾ റോഡിലേക്കുണ്ട്. അല്ല ഇവിടെ ബോൾട്ട് ടൈറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ. സോ ഇതാണ് ഗൈസ് നമ്മൾ ക്രാഷ് കാർഡ് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ബൈക്കിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. റെഡ് കളർ ബോറായി പോകുമോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു കോമ്പിനേഷൻ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ZANA എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ക്രാഷ് കാർഡാണ്. ആക്ച്വലി ഇത് 2 കളറിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്, ഒന്ന് ബ്ലാക്കും അതേപോലെ തന്നെ റെഡും. പക്ഷേ നമ്മൾ പോയ ടൈമിൽ അവിടെ റെഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനൊരു റേറ്റ് വന്നിരിക്കുന്നത് 4,500 രൂപയാണ്. ഇനി നമ്മൾ ക്രാഷ് കാർഡൊക്കെ സെറ്റ് ചെയ്യുന്നൊരു കേസിലേക്ക് വരുമ്പോൾ നമ്മൾ 2-2.5 ലക്ഷം രൂപ മുടക്കി ഒരു ബൈക്ക് എടുത്തിട്ട് അതിൽ ഇതേപോലുള്ള ക്രാഷ് കാർഡ്, ഹാൻഡ് കാർഡ് സെറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു എമൗണ്ടിൻ്റെ വ്യത്യാസം നോക്കിയിട്ട് നമ്മൾ കുറഞ്ഞ ക്വാളിറ്റിയുള്ള ക്രാഷ് കാർഡ് ഒരിക്കലും സെറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമ്മളവിടെ സേവ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യരുത്.
കാരണം ഈ ഒരു ക്രാഷ് ഗാർഡ്, ഹാൻഡ് ഗാർഡ് പോലുള്ള ആക്സസറീസൊക്കെ തന്നെ നമുക്ക് ചെറിയൊരു ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെയും ബൈക്കിനെയും ഒരേപോലെ പ്രൊട്ടക്റ്റ് ചെയ്യും. സോ ചെറിയൊരു എമൗണ്ട് കൂടി കഴിഞ്ഞാലും നല്ല ക്വാളിറ്റി ഉള്ള ക്രാഷ് ഗാർഡ് തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രാഷ് ഗാർഡിൻ്റെ കേസിൽ ഇത് കംപ്ലീറ്റ് എൻജിനൊക്കെ കവറായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്കും ബൈക്കിനും ഒരേപോലെ പ്രൊട്ടക്റ്റീവാണ്. പ്രത്യേകിച്ച് ഹിമാലയൻ പോലെ ഓഫ് റോഡ് പോകുന്ന ബൈക്കുകളിൽ ഇതേപോലുള്ള ക്രാഷ് ഗാർഡ് ആയിരിക്കും എന്തുകൊണ്ടും ബെറ്റർ.